കൗൺസിലർ അധ്യക്ഷയായിക്കൊണ്ടാണ് കൂടിയത്. 250 ഏറെ ആളുകളുണ്ടായിരുന്നു. 5 റെസിഡൻസ് അസോസിയേഷനുള്ള ആളുകളാണ് വന്നത്. ഏറ്റവും കൂടുതൽ വന്നത് ചുവരിക്കാട് ബെസ്റ്റ് റെസിഡൻസ് അസോസിയേഷനും ഐശ്വര്യ നഗർ അസോസിയേഷനും ചെട്ടിപ്പറമ്പിൽ അസോസിയേഷനും കൂടുതൽ വന്നത്. ഗ്രീൻ നഗറിലെ ആളുകളും വന്നിട്ടുണ്ട്. നമ്മളെ ആളുകളുടെ വികാരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു. പക്ഷേ അപ്പോൾ കേസിന് പോകണമെന്നാണ് ഇപ്പം തീരുമാനം. കേസിന് പോകുന്നത് വെറുതെ പോയാൽ പോരാ, ഒരു കോടതി തന്നെ കമ്മീഷൻ തീരുമാനിച്ച് ഇതിൻ്റെ എത്ര നാശനഷ്ടങ്ങൾ എങ്ങനെയാണെന്ന് കോടതി നാശനഷ്ടങ്ങൾ തീരുമാനിച്ചുകൊണ്ട് ആരാണോ ഇതിൻ്റെ ഉത്തരവാദി, അത് ഗവൺമെൻറ്റാണോ അല്ലെങ്കിൽ കോൺട്രാക്ടറാണോ അല്ലെങ്കിൽ കരയോഗമാണോ, അവരിൽ നിന്ന് ഈ നഷ്ടപരിഹാരം ഈടാക്കി ഈ ഏറ്റവും കൂടുതൽ വിക്റ്റിമായ ആൾക്കാർക്ക്, എന്നാൽ വീട് താമസിക്കാൻ പറ്റാത്ത 10-12 പേരുണ്ട്, അവർക്ക് ഏറ്റവും ആദ്യം ഇതിന് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് വീടുകൾ പണിതു കൊടുക്കാനോ എല്ലാ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും, പിന്നെ ബാക്കിയുള്ള ആളുകൾക്ക് കഴിഞ്ഞാൽ ജനാലകളും ഡോറും എല്ലാം പോയിട്ടുണ്ട്, അതിൻ്റെ ഒരാഴ്ച കൊണ്ടുപോകണമെന്ന് കോടതിയിൽ നാളെ തന്നെ അഡ്വക്കേറ്റിനെ കണ്ടു കൊടുക്കാനുള്ളൊരു തീരുമാനമാണ്. രണ്ടാമത്തെ തീരുമാനം, കേരളത്തിൽ കോടതി നേരത്തെ നിരോധിച്ചതാണ് വെടിക്കെട്ട്. എന്നാലും ഓരോ സന്ദർഭത്തിൽ നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള മൗനാനുവാദമോ അല്ല സാങ്ഷനോ കൊടുക്കുന്നുണ്ട്. അത് നിർത്തിക്കൊണ്ട് ഇനി ഒരു വെടിക്കെട്ട് അപകടം ഇല്ലാത്ത രീതിയിൽ കേരളത്തിൽ വെടിക്കെട്ട് അപകടം ഇല്ലാത്ത രീതിയിലുള്ള ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ ആരാണോ മൗനാനുവാദം കൊടുത്ത് അവർക്കെതിരെയുള്ള ആക്ഷൻ കൊടുക്കണമെന്നാണ് ഇന്നത്തെ ഭൂരിപക്ഷം, അത് എല്ലാവരും ഏകാണ്ഡമായി തീരുമാനിച്ചു. ഉണ്ട്. 12 വീടുകൾ മുഴുവനായി പോയിട്ടുണ്ട്. 12 വീടുകൾ മുഴുവനായി താമസിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഫയർ സർവീസും ഇന്ന് വന്ന ആൾക്കാർ പറഞ്ഞു. 70 വീടുകൾ ഭാഗികമായിട്ട് മുകളിലുള്ള ഷീറ്റുമെല്ലാം പോയി താമസിക്കാൻ പറ്റാതെ, എന്നാലും ക്ലീൻ ചെയ്തുകൊണ്ട് പിന്നെ ഡിവൈഎഫ്ഐയും സേവാഭാരതിയും വന്നുകൊണ്ട് ഭംഗിയായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മുനിസിപ്പൽ അതിർന്ന ഭാഗത്ത് നിന്ന് കുടുംബശ്രീക്കാരും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഭംഗിയായി നടന്നിട്ടുണ്ട്. പക്ഷേ 120 വീടുകൾക്ക് ഇത് ഉണ്ടായിട്ടുണ്ട്. 120 വീട്ടിൽ ഈ ചെറിയതാണെങ്കിലും മൊത്തം വീടുകൾക്ക് വന്നിട്ടുണ്ട്. അത് ഈ 5 അസോസിയേഷനിൽ 200 മീറ്റർ ചുറ്റളവിലാണ് നടന്നിരിക്കുന്നത്. ഹൈക്കോടതിയിൽ പോകണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ ഇന്നൊരു ജഡ്ജി രമേഷ് കുമാർ ഉണ്ടായിരുന്നു. അദ്ദേഹവുമായി ആലോചിച്ചുകൊണ്ട് നാളെ ആരത്തെ കൊണ്ടുപോകണം എന്നുള്ള ഐഡിയ ആണ്. എത്രയും വേഗം ഇത് കോടതിയിലേക്ക് കൊടുക്കണമെന്ന് നമ്മുടെ തീരുമാനം. ഈ നഷ്ടപരിഹാരം വിലയിരുത്തി ആരിൽ നിന്നാണോ നഷ്ടപരിഹാരം തീരുമാനിക്കുന്നത് അത് കോടതി തന്നെ തീരുമാനിക്കണം. നിയന്ത്രണമല്ല, ഇത് ഒഴിവാക്കണമെന്നാണ് ഇന്നത്തെ ഭൂരിപക്ഷം ആൾക്കാർ തീരുമാനിച്ചത്. കോടതി എന്താണ് ചെയ്യുന്നത് നമുക്കറിയാം. ഇത് വെടിക്കെട്ട് അപകടം ഇനി കേരളത്തിൽ ഇല്ലാത്ത രീതിയിൽ ഒരു തീരുമാനം വേണം. സാധ്യത ഹോസ്പിറ്റലാണ്, അവരെ കുറച്ച് പ്രശ്നമാണെന്ന് ഇന്നും പറയുന്നുണ്ട്. സീരിയസ് ആണ്. ഈ പൊള്ളിയതിൻ്റെ എത്ര ആഘാതം ഉണ്ടാകുന്നുള്ളത് അറിയുന്നില്ല. ഇന്നിപ്പോൾ അങ്ങനെ അറിഞ്ഞതാണ്. സന്തോഷ് കുമാർ ചെയ്യാം. ആക്ഷൻ കൗൺസിലില്ല, അതങ്ങനെ തീരുമാനിച്ചില്ല. ഞാൻ ഈ മേഖലാ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ഇത് മോഹൻസ്വാമി മേഖലാ അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്, തുറയുടെ. ഇത് ഐശ്വര്യ നഗറിലെ മുൻ സെക്രട്ടറിയാണ്.